ഏപ്രിൽ 9 16 നിയമസഭാ തിരഞ്ഞെടുപ്പ് ദിനം. വീട്ടിലും വിരുന്നുകാരുള്ള അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. ഉച്ചക്കത്തേക്കുള്ള ആഹാരം പാകം ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാനും ഏട്ടനും പോയി വോട്ട് ചെയ്തു വന്നു. തിരികെ വീട്ടിലെത്തി ബാക്കി കിടന്ന പണികൾ കൂടി പെട്ടെന്ന് ചെയ്തു തീർത്തു. ഉണ്ടാക്കിയ ഭക്ഷണത്തിനോടൊപ്പം പുറത്തുനിന്ന് കുട്ടികൾക്കായി ബിരിയാണി കൂടി വരുത്തിയിരുന്നു. എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും നമ്മുടെ അതിഥികൾ എത്തി. സിംബയെ കാണാനുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രാവശ്യം ചേച്ചി മക്കളും എത്തിയത്. രക്തബന്ധമില്ലെങ്കിലും അതിനേക്കാൾ വലിയൊരു ഹൃദയബന്ധമാണ് ഞാനും ചേച്ചിയുമായിട്ടുള്ളത്. 7-8 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് സമയത്ത് ഒരു കാർഷിക ഗ്രൂപ്പിൽ വിത്തിന് വേണ്ടിയുള്ള വാക്കുതർക്കത്തിൽ തുടങ്ങിയ ബന്ധമാണിത്. ഇന്നിപ്പോൾ ഇത്രമേൽ വളർന്ന് നല്ലൊരു കുടുംബ ബന്ധമായി നിലകൊള്ളുന്നു. ഞങ്ങളുടെ വഴക്കിൽ തുടങ്ങിയ ആ സ്നേഹബന്ധത്തിന്റെ കഥ വേറൊരു ദിവസം പറയാം. ചേച്ചിയെയും മക്കളെയും കണ്ടു കഴിഞ്ഞപ്പോൾ സിംബ ആളാകെ മാറി. മക്കളുമാരുടെ അടുത്തു നിന്നും മാറിയിട്ടേയില്ല. ഒരു നിമിഷം പോലും അവരെ സ്വസ്ഥമായി നിലത്ത് നിർത്തിയിട്ടുമില്ല. അവനുമായിട്ടുള്ള കളികൾക്കിടയിൽ മൂത്തോൾ പറയുന്നുണ്ടായിരുന്നു അവൾക്കും ഒരു ലാബിനെ വേണമെന്ന്. ചേച്ചി കേട്ടതും അവളെ ചാടിച്ചു. അവരുടെ വീട്ടിൽ ഓൾറെഡി 3-4 പൂച്ചകളും ഒരു പട്ടിയുമുണ്ട്. അതിന്റെ ഇടയിൽ ഇനി പുതിയൊരു അതിഥിയെ കൂടി പറ്റില്ല എന്ന് ചേച്ചി തീർത്തു പറഞ്ഞു. കുറെ നേരം ചെക്കന്റെ കൂടെ കളിച്ച് അവർ തിരികെ പോയി. അവർ ഗേറ്റ് കടന്നതും സിംബക്കുഞ്ഞിന്റെ മുഖം കടന്നല് കുത്തിയതുപോലെയായി. കുറച്ചു നേരം അവനെ സമാധാനിപ്പിച്ച് കൊണ്ടു നടന്ന ശേഷം ഞാൻ വൈകിട്ടത്തെ അതിഥികൾക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ കലാപരിപാടികളിലേക്കും കടന്നു. തുടർ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.